ഈ കെ.സി. വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാവുന്നത് ഇരിക്കൂറും ആലപ്പുഴയാണ്. പക്ഷെ ഇരിക്കൂർ വിട്ടുകൊടുക്കുമോ? അല്ല, ഇരിക്കൂർ സജീവ് ജോസഫ് അപ്പൊ ആണെങ്കിൽ രാജിവെക്കും. ഇപ്പൊ കെ.സി. പറഞ്ഞാൽ അവിടെ രാജിവെക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കെ.സി. പക്ഷക്കാരനാണ്. കെ.സി. പക്ഷക്കാരനാണ്. കെ.സിയുടെ അടുത്ത അനുയായിയാണ്. കെ.സി. ആണ് സീറ്റ് കൊടുത്തേക്കണ തക്കത്തിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ രാജിവെക്കാനായിട്ട് നിരവധി ആളുകളുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, എല്ലാവരും പറയുന്നത് ഇരിക്കൂർ ആണെങ്കിൽ പോലും എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ആലപ്പുഴ ആയിരിക്കും കെ.സി. വേണുഗോപാൽ മത്സരിക്കുക എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇപ്പൊ കെ.സി. നിന്ന് ചിലപ്പോൾ ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പൊ ഇരിക്കൂർ ആണെങ്കിലും ചിലപ്പോൾ ആലപ്പുഴ ആണെങ്കിലും. പക്ഷെ ഇരിക്കൂറിന് ഇപ്പൊ ഒരു സജീവ് ജോസഫിന് പിന്നൊരു അക്കോമഡേഷൻ എവിടെ കൊടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നൊരു അക്കോമഡേഷൻ ചിലപ്പോൾ MP ആയിട്ട് ആലപ്പുഴയിൽ വന്ന് നിന്ന് മത്സരിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഇപ്പൊ AD തോമസ് ആണ്, ഒരു ചെറിയ പയ്യനാണ്. സ്വാഭാവികമായിട്ടും ഒരു വളരെ സാധാരണക്കാരായ കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും മറ്റേ മത്സ്യത്തൊഴിലാളികളാണ്. അപ്പൊ അത്തരത്തിലുള്ള നിരവധി ഘടകങ്ങൾ അവിടെ AD തോമസിന് അനുകൂലമായിട്ട് ഉണ്ട്. 30 വയസ്സുള്ളൂ. ആ 30 വയസ്സേ ഉള്ളൂ. അപ്പൊ തോമസിനെ സംബന്ധിച്ചോളം ശരിക്കും അവിടെ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് ആ മണ്ഡലത്തിൽ തന്നെയുള്ള ആലപ്പുഴയിൽ നിന്ന് MP ആയിട്ട് മത്സരിക്കാവുന്നേ ഉള്ളൂ.